ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കിവിടെയൊക്കെ കിട്ടുന്ന ഒരു അറബിക് സ്വീറ്റാണ് തുളുമ്പ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കണം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പഞ്ചസാര. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ ഓഫാക്കിയിടുക. എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടാറിക്കോട്ടെ. അത് ടൈമിൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പണിയെടുക്കാം. ഞാൻ തുലുമ്പ് ഉണ്ടാക്കുന്നത് 2 കപ്പ് മൈദ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കതൊന്ന് അളന്ന് റെഡിയാക്കി വെക്കാം. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളെടുത്ത മൈദ 2 കപ്പ് ആയതുകൊണ്ട് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മൈദേൻ്റെ ഒരു ഭാഗം കുറച്ചുങ്ങാണ്ട് വെള്ളം എടുക്കുക. വെള്ളം നമുക്ക് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മൈദപ്പൊടി ഇതിലൊന്ന് ഇട്ടിട്ട് വാട്ടിയെടുക്കണം. എടുക്കുന്നതിൻ്റെ പരുവെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് ഈ മാവ് വിട്ടുങ്ങാണ്ട് ഒട്ടി പിടിക്കാത്ത രീതിയിലായി കിട്ടും. അതുവരെ അങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കുക. എന്നിട്ട് തീ ഓഫാക്കിയിടുക. മാവൊന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി പണിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാട്ടിയ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളെ റവ അല്ലേ അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുത്താൽ മതി. നമുക്ക് വെള്ളം കുറവാണ്, മാവ് നല്ല കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഈ മാവ് നമ്മൾ നൂൽപുട്ടിനൊക്കെ നമ്മൾ കുഴക്കണ മാതിരി ആവണം. കുറച്ച് ലൂസിൽ വേണം, എന്നാൽ നല്ല ലൂസാക്കാനും പറ്റില്ല. നമ്മൾ പൈപ്പിൻ്റെ ബാഗ് കൂടെയാണ് ഇത് എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈറ്റ് ആയാൽ അങ്ങനെ നമുക്ക് പീച്ചാൻ പ്രയാസമാവും. ഇനി നമുക്കിത് കുഴച്ചെടുത്തതിന് ശേഷം പൈപ്പ് ബാഗിൽ നിറക്കുക. അപ്പോൾ നമ്മൾ പൈപ്പ് ബാഗിൻ്റെ നോസിൽ സ്റ്റാർ നോസിലായിരിക്കണം. ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഷേപ്പ് വരിക. അപ്പോൾ വലിയ സ്റ്റാർ നോസിലുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായി കിട്ടും. ഞാനത് ഇതിൻ്റെ അകത്ത് ചെറുതായതുകൊണ്ട് ഞാൻ വലുത് ഉണ്ടാക്കിയത് ഈ വീട്ടിൽ. നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരന്ന ചട്ടി വെക്കണേക്കാളും നല്ലത്. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാൻ തുടങ്ങണം. ഇപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൈമ ഒട്ടാ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് അതിലൊന്ന് നമ്മൾ 2 ഈ തള്ളാവിരലും ചൂണ്ടവിരലും എടുത്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അത് രണ്ടും വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് വീണടിയിൽ നമുക്ക് എത്ര വലുപ്പം വേണ്ട അവിടെ വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ ചൂടിലിട്ടുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഒന്നാണ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തീ കൂട്ടി കൊടുത്തുകൊണ്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ തീ ഒന്നായിട്ട് കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇത് നമ്മൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് നല്ല കട്ടിയിലാക്കി എടുക്കരുത്. കുറേ നേരം നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ അത് പറ്റ കുഴഞ്ഞു പോകും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.